വേഗാവട്ടെ. ഭാരതി പ്രോപ്പർ ആക്കട അറേഞ്ച്മെന്റ്. യെസ്, എല്ലാവരും അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കുക. വേഗം വീഡിയോ ആക്കുക. ഫുൾ മാർക്ക് കിട്ടിയ റീസാൻഡ് ചെയ്തേ. 15 ഔട്ട് ഓഫ് 15. 15-ൽ 15 മാർക്ക് ആക്കി നോക്കട്ടെ. കുറെ പേർക്കുണ്ടല്ലോ ഫുൾ മാർക്ക്. മക്കളെ, ഇത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ടേമിന് ഉണ്ടായിരുന്നതാണ്. നന്നായി പഠിച്ച ഫുൾ മാർക്ക് വാങ്ങാം 2 ചാപ്റ്റർ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ. 10 എബോവ് റീസാൻഡ് ചെയ്ത് 10 എബോവ്. ഫുൾ മാർക്കും 10 എബോവ് റീസാൻഡ്. 10 എബോവ്. ഒരുപാട് പേർക്കുണ്ടല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് പേർക്ക് 10 എബോവ് ഉണ്ടല്ലേ. ഓക്കെ മക്കളെ, നമ്മൾ തരുന്ന ചാപ്റ്ററുകൾ വളരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. വെറുതെ വന്ന് എക്സാം എഴുതാതിരിക്കുക കേട്ടല്ലോ. എന്നാലേ നമുക്ക് ഈ റിവിഷൻ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തോ. എക്സാം ടോപ്പിക്കിലോ അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ ആൻസറിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും. ഓക്കെ, നമ്മളെ മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ആണെങ്കിൽ കൈവിശി കാണിച്ച എല്ലാവരും ആണോ? ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവിശ്. യെസ്, മീൻ കഴിഞ്ഞു. മീഡിയൻ എവിടെ വരെ എടുത്തിട്ടുണ്ട്? ആരെ വിളിക്കാം? രൂപ പറയടാ, മീഡിയൻ എവിടെ വരെ എടുത്തടാ? ഇൻഡിവിജ്വല് കഴിഞ്ഞു, ഡിസ്ക്രീറ്റ് കഴിഞ്ഞു. ആണോ? ഒരു ഡിസ്ക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആണ് നമ്മൾ മീഡിയൻ ചെയ്യാത്തത് അല്ലേ. യെസ് മക്കളെ, മീഡിയന്റെ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ ചെയ്യാനുണ്ട്. ഇക്വേഷൻ ഓൾറെഡി ഞാൻ മുമ്പ് തന്നിട്ടുള്ളതാണ്. എന്നാലും കണ്ടിന്യൂസ് സീരീസിന് ഒന്നുകൂടി ഞാൻ ഇക്വേഷൻ തരാം. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ മീഡിയൻ കാണാം? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം കൺസ്ട്രക്ട് പറയ്. പറഞ്ഞു രൂപ. കൺസ്ട്രക്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. കൺസ്ട്രക്ട് CF കാണണം. ദെൻ ഇക്വേഷൻ പറഞ്ഞേ. ആദ്യം എന്താ ചെയ്യേണ്ടത് മീഡിയം കാണാൻ? n/2 ഐറ്റം. n+1 ഇല്ല കേട്ടോ മക്കൾ. ഇവിടെ കണ്ടിന്യൂസ് സീരീസിൽ മാത്രം എന്തില്ല? n+ ഇല്ല. n/2 ഐറ്റം എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? L plus F into C. ഓക്കെ, ഇത് തന്നെ. ഓക്കെ മക്കളെ, കണ്ടിന്യൂസ് സീരീസ് ഓൾറെഡി ഞാൻ മുമ്പ് തന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കണ്ടിന്യൂസ് സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് മീഡിയൻ. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് മീഡിയൻ. യെസ്, എന്താണ് ആർക്കൊക്കെ ഡൗട്ട് സാറേ? മഹേഷ് എന്താ ഡൗട്ട് ഇടാ? മഹേഷ് ആണോ? പറഞ്ഞു മോനെ, പറഞ്ഞോടാ. മ്യൂട്ട് ആവുന്നില്ല. പക്ഷെ കഷ്ടായി പോയല്ലോ. 0 to 10, 10 to 20, 20 to 30, 30 to 40, and 40 to 50. നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ഒരു 6, 10, 20, ഒരു 12, ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്തോ. ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്യുക. ഡൗട്ട് ചോദിച്ചോ കെവിനെ? എന്താ കെവിൻ? കാണിച്ചതാ. അത് തന്നെയാണ് കേട്ടോ. അതാണ് മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഇനി കണ്ടിന്യൂസ് സീരീസ് എടുക്കണം മീഡിയൻ കേട്ടോ. ഓക്കെ മകളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കാണാനാണ് പഠിച്ചത്. 3 ഇക്വേഷൻ ഒരുമിച്ച് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഇനി മൂന്നാമത്തെ നമ്മൾ ചെയ്യാൻ പോണ ജസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ എല്ലാവർക്കും എതിർക്കെ പോയാ? എല്ലാവർക്കും ഓക്കെ അല്ലേ ഇക്വേഷൻ? ആദ്യം CF കാണണം, എന്നിട്ട് n/2 ഐറ്റം ചെയ്യണം.
അതിനുശേഷം L + n/2 - CF/F × C ചെയ്യണം. ഓക്കെ അല്ലേ? പ്രോഗ്രാമിന് പോയിട്ട് എന്തായി ദുർഗ? അമ്പലത്തിലൊക്കെ പ്രോഗ്രാം ആയിരുന്നു പറഞ്ഞു. അനിയത്തിയും ചേച്ചി ഉണ്ടായിരുന്നു. ആ അല്ല, അനിയത്തി ഉണ്ടായിരുന്നല്ലേ പ്രോഗ്രാമിന്? ഈ കലോത്സവത്തില്ലേ? ആ ഏത് പ്രോഗ്രാം ആയിരുന്നു? ഏത് ഇതായിരുന്നു? ആ കാവ്യകളി. അപ്പൊ രണ്ടുപേര് കാവ്യകളിൽ ഭയങ്കര എക്സ്പെർട്ട് ആണല്ലേ? ശരി ശരി. ഓക്കെ ഭരത് മഹേശ്വർ എന്താടാ? അവന് റേഞ്ച് ഇല്ല. ഓക്കെ മക്കളെ ചെയ്യാലോ. നിങ്ങൾ ക്വസ്റ്റ്യൻ വീണ്ടും പകർത്തിക്കോ താഴോട്ട്. ആരും ക്വസ്റ്റ്യൻ ചെയ്യണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ വീണ്ടും ആൻസറിലോട്ട് പകർത്തിക്കോ. വേഗാവട്ടെ. ആരും ഇത് ചെയ്യരുത്. ആരും ക്വസ്റ്റ്യനിൽ ആരും വർക്കൗട്ട് ചെയ്യണ്ട. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ താഴോട്ട് കോപ്പി ചെയ്യണം കേട്ടല്ലോ. എല്ലാവരും ഒന്നുകൂടെ കോപ്പി ചെയ്യുക താഴോട്ട് കേട്ടോ. വെറുതെ ഇരിക്കല്ലേ. ബി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ. മക്കളെ എല്ലാവരും ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി താഴോട്ട് കോപ്പി ചെയ്യണം. ആരും ക്വസ്റ്റ്യനിൽ വർക്കൗട്ട് ചെയ്യണ്ട. ഓക്കെ യെസ് സർ. ലാസ്റ്റ് ഓയിൽ തേർഡ് വൺ. ഷാഹിദേ ചെയ്യുന്നില്ലടാ. ആ ക്വസ്റ്റ്യൻ പകർത്തിക്കോ. ഐഷ ആരാണ് ഐഷ? ഷാഹിദേ അനിയത്തിയാണോ? ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ മക്കളെ അപ്പൊ വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. വേഗമാവട്ടെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിച്ച് കാണിച്ച എല്ലാവരും ക്വസ്റ്റ്യനും ആൻസറിലോട്ട് കോപ്പി ചെയ്തില്ലേ? യെസ്. ഇത് എഫ് ആണ് ഫ്രീക്വൻസി. എപ്പോഴും സെക്കൻഡ് കോൾ നമുക്ക് എഫ് ആണ് അല്ലേ? യെസ് നമുക്കറിയാം. കണ്ടിന്യൂസ് സീരീസിലെ മീഡിയം കാണെങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ? ആരെ വിളിക്കാം സാറേ? ആദ്യം എന്താ ചെയ്യണ്ടേ? നീരജ് പറയടാ. ആദ്യം എന്താ ചെയ്യണ്ടേടാ? കണ്ടിന്യൂസ് സീരീസിലെ മീഡിയം കാണെങ്കിൽ ആദ്യം എന്താ വർക്കൗട്ട് ചെയ്യണ്ടേ? പറഞ്ഞോ നീരജ്. അൺമ്യൂട്ട് ചെയ്യൂ. കൺസ്ട്രക്ട്. എടാ ഇതിനു മുമ്പ് എന്നിട്ട് ഇവിടെ സെന്റൻസ് ആക്കിയതാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം. സി എഫ് കാണണം. എങ്ങനെ സി എഫ് കാണാൻ പറഞ്ഞേ? എന്താ സി എഫ് എങ്ങനെ കാണാൻ പറഞ്ഞേ? സി എഫ് കൂട്ടി കൊണ്ടുവരിക. അതല്ലേടാ സി എഫ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ആദ്യത്തെ എഫ് എത്രയാ? 6. പിന്നെ 6നോടൊപ്പം 10 കൂട്ടിയാൽ എത്രയാ? 16. 16 + 20 എത്രയാ? 36. 36 + 12 48. 48 + 2 50. മക്കളെ 50 വരെയാണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. യെസ്. ഇവിടെ നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എഫ് ആണ്. നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? n എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സിഗ്മ എഫ് ആണ്. ഇതിനുള്ളിൽ ഒരു ബോക്സ് ആക്കി ഇടാം കേട്ടോ. n എന്ന് പറഞ്ഞാൽ എഫിന്റെ ടോട്ടൽ ആണ്. അപ്പൊ ഇവിടെ എഫിന്റെ ടോട്ടൽ എത്രയാ? n എത്രയാ? ആരെ വിളിക്കാം നമുക്ക്? ആഷിക n എത്രയാടാ അവിടെ? ആഷിക n എത്രയാടാ? എഫിന്റെ ടോട്ടൽ എത്രയാ? അത് കൂട്ടി നോക്കണോ? ഇത് കൂട്ടി കൊണമെന്നല്ലേ ഇത്? 50 തന്നെ. മക്കളെ ഇത് കൂട്ടി നോക്കേണ്ട കാര്യമില്ല. ഇവിടെ അവസാനം കിട്ടിയ നമ്പർ ആയിരിക്കും. ശരിയല്ലേ? അത് കൂട്ടി കൊണ്ടെന്നാണല്ലോ 50. ഓക്കെ ആണോ? ഒന്ന് വീശി കാണിച്ചെല്ലാവരും. എനർജറ്റിക് ആയിട്ട് വീശി കാണിച്ചേ. യെസ്. ഇനി നമ്മളെ മീഡിയം കാണാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആരെ വിളിക്കാം? വേദിക പറയടാ. ഫസ്റ്റ് സ്റ്റെപ്പ് മീഡിയം = പറഞ്ഞോ. n/2 ഐറ്റം. n എത്രയാ? അപ്പൊ 50/2 എത്രയാ? 50/2 25th ഐറ്റം. അപ്പൊ 25th എന്ന് പറയുന്ന വാല്യൂ സി എഫിൽ ഉണ്ടോ നോക്കണം അല്ലേ ഉണ്ണിമായ? 25 എന്ന് പറയുന്ന വാല്യൂ സി എഫിൽ ഉണ്ടോ നോക്കണം. അതിനാണല്ലോ സി എഫ് വർക്ക്ഔട്ട് ചെയ്തേ അല്ലേ? യെസ്. ഇല്ലേ? സി എഫ് 25 സി എഫിൽ ഉണ്ടോ? ഇമ്മാനുവലെ ഉണ്ടോടാ? സി എഫിൽ ഉണ്ടോ 25? യെസ്. 25 ഇല്ലാത്തത് കൊണ്ട് ഏതെടുക്കണം? അടുത്ത ഹയസ്റ്റ് നമ്പർ ഏതാ? 36. അപ്പൊ അത് റൗണ്ട് ചെയ്യാം. കണ്ടോ മക്കളെ? കണ്ടോ? യെസ്. നമ്മള് ഡിസ്ക്രീറ്റ്ലി ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു വാല്യൂ കിട്ടിയിരുന്നു അല്ലേ? അതായിരുന്നു മീഡിയം. പക്ഷെ ഇവിടെ നമുക്കൊരു ക്ലാസ് കിട്ടിയത് 28-30. അതിനർത്ഥം നമ്മുടെ മീഡിയൻ 20നും 30നും ഇടയിലുള്ള ഏതോ ഒരു നമ്പറാണ്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഏതാണ് ഇക്വേഷൻ പറഞ്ഞേ? ആരെ വിളിക്കാം? ആരൂപ ഇക്വേഷൻ പറഞ്ഞടാ. L +
ആ യെസ് പറഞ്ഞോ. എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. എത്രയാ ലോവർ ലിമിറ്റ്? അത് കുഴപ്പമില്ലടാ, ഈ വാല്യൂ പറഞ്ഞാൽ മതി നീ. എൽ എത്രയാ? 20 പ്ലസ് n/2 ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാ നമുക്ക് കിട്ടിയേക്കണേ? 25 മൈനസ് ഈ സി എഫ് എന്ന് പറഞ്ഞ മക്കളെ, ഈ സി എഫ് എന്ന് പറഞ്ഞ എപ്പോഴും നമ്മള് പ്രീവിയസ് സി എഫ് ആണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ റൗണ്ട് ചെയ്തില്ല, അതിന് തൊട്ട് മുമ്പത്തെ സി എഫ് എടുക്കാവൂ. അപ്പൊ എത്ര വരിക? 16 ബൈ നമ്മുടെ എഫ്. എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി അല്ലേ, നമ്മൾ റൗണ്ട് ചെയ്തതിന്റെ ഫ്രീക്വൻസി എത്രയാ മക്കളെ? ഫ്രീക്വൻസി എത്രയാ? 20 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ എച്ച് ഹൈറ്റ് എന്ന് പറയും. അതായത് ഈ ക്ലാസ് കിട്ടിയില്ലേ 20 to 30 എന്ന് പറയുമ്പോൾ അതിന് ഇന്റർവെൽ എത്രയാണ്? 30 ന് 20 കുറയ്ക്കുക. മനസ്സിലായി? എത്രയാ? 10. മക്കളെ ക്ലിയർ ആയ? വാല്യൂ കൊടുത്ത് ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും ദിയ ക്ലിയർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങള്, ഇവിടെ 20 അവസാനം കൂട്ടാവുക. അവിടെ 20 + 25 ചെയ്ത് വെക്കരുത്, കാരണം 20 പുറത്ത് കിടക്കുന്ന നമ്പർ ആണേ. അപ്പൊ 25 നിന്നും 16 പോയാൽ 20 അവസാനം കൂട്ടാവൂ കേട്ടോ. പ്ലസ് 25 നിന്ന് 16 പോയാൽ എത്രയാടാ മിഥുൻ? 25 16 പോയാൽ എത്രയാടാ? 25 നിന്നും 16 പോയാൽ 9 × 10 90/20 എത്രയാ? എത്രയാ? 4.5. The answer is 24.5. ഇതാണ് നമ്മുടെ മീഡിയൻ. മക്കളെ മീഡിയൻ ക്ലിയർ ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ച് നോക്കട്ടെ. ഉഷാറായിട്ട് കൈശി കാണിച്ച. അലക്സെ ക്ലിയർ ആയോടാ? എല്ലാവർക്കും ഓക്കെ? ദിയ സെറ്റ് ആണോ? ഡൗട്ട് ഉള്ളോ റീസെൻഡ് ചെയ്തു. മീഡിയം കാണാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസെൻഡ് ചെയ്തു പറഞ്ഞു. ഫാത്തിമ ചോദിച്ചോളൂ. ഫാത്തിമ എല് ലോവർ ലിമിറ്റ് നമുക്ക് കിട്ടിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഓക്കെ ഓക്കെ പറഞ്ഞുതരാം. മക്കളെ കാൽക്കുലേഷൻ കിട്ടാത്തവർ ശ്രദ്ധിക്കുക. എൽ പുറത്തുള്ള നമ്പർ ആണ്. L + n/2 - CF. ഈ CF എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എടുക്കാവൂ, തൊട്ട് മുമ്പത്തെ CF കേട്ടോ. മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ. നിങ്ങൾക്ക് വേറെ ഇക്വേഷൻ തന്നേക്കണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, ആൻസർ സെയിം തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ്. നമുക്ക് കിട്ടിയ ക്ലാസ് 20 to 30 അല്ലേ, അതിന് ലോവർ ലിമിറ്റ് എത്രയാ? 20. സോ നമ്മൾ എല്ലിന്റെ അവിടെ എന്ത് കൊടുക്കുക? 20 എന്ന് കൊടുക്കാം. പ്ലസ് n/2 അവിടെ ചെയ്തിട്ടില്ലേ? 50/2 നമുക്ക് 25 അല്ലേ കിട്ടിയേക്കണേ, അപ്പൊ 25 കൊടുക്കാം. മൈനസ് സി എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ CF അല്ല കേട്ടോ, തൊട്ട് മുമ്പത്തെ CF കൊടുക്കാവൂ എപ്പോഴും കേട്ടോ. ക്ലിയർ ആയോ? തൊട്ട് മുമ്പത്തെ. സോ നമുക്ക് 16 എന്ന് കൊടുക്കാം. ബൈ എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി നമ്മൾ റൗണ്ട് ചെയ്തതിന്റെ ഫ്രീക്വൻസി എത്രയാ? 20 ഇൻറ്റു സി എന്ന് പറഞ്ഞ സി അല്ലെങ്കിൽ എച്ച് എന്ന് പറയും, ഹൈറ്റ്. സി എന്ന് പറയുന്ന ക്ലാസ് ഇന്റർവെൽ. നമുക്ക് കിട്ടിയ ക്ലാസ്സിന് ഇന്റർവെല്ലാണ്, അതായത് മൈനസ് ചെയ്താൽ മതി. 30 ന് 20 കുറച്ച് 10. കത്തിയോ? യെസ്. ഇനി ഈ 20 അവസാനം കൂട്ടാവൂ ഫാത്തിമ. ഇവിടുത്തെ എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞിട്ട് ഈ 20 വെച്ച് കൂട്ടാവൂ. അപ്പൊ ആദ്യം 25 നിന്ന് 16 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. അപ്പൊ 9/20 ചെയ്തിട്ട് ഇൻറ്റു 10 ചെയ്യാം. അത്രയും കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണ്ട, അതിൽ ഏറ്റവും ഈസി എന്ത് ചെയ്താൽ മതി? 25 നിന്ന് 16 കുറച്ചാൽ 9 കിട്ടിയില്ല, അപ്പൊ തന്നെ 9നെ 10 വെച്ച് ഇൻറ്റു ചെയ്തോ, ഇത് ഇൻറ്റു ചെയ്തോ. അപ്പൊ 9 × 10 90. 90/20 കത്തിയില്ലേ? ഓക്കെ. ഡൗട്ട് ആണോ അടുത്ത ആൾക്ക്? മിസ്ന ഡൗട്ട് ആണോ മോനെ? മക്കളെ ക്ലാസ്സിൽ കയറിയിട്ട് ഇറങ്ങി പോകാൻ പറ്റൂല കേട്ടോ. മിസ്ന ചോദിച്ചു, കേട്ടില്ലടാ? ക്ലിയർ ആയ? ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയ മീഡിയൻ? ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ തന്നെ ചെയ്യാമോ? ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞു എല്ലാവരും? അലക്സി കഴിഞ്ഞോ? ആരുള്ളത് വേറെ? ഹനാൻ. ഹനാനെ ക്ലിയർ ആയോടാ? ഹനാൻ ഇത് തന്നെയാണോ എഴുതിക്കൊണ്ടിരിക്കുന്നത്? സ്കൂളിലേക്കുള്ള വർക്കാണോ ഇത് തന്നെയാണോടാ? മക്കളെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണാട്ടോ, മെയിൻ മീഡിയം മോഡ് കാണാൻ. എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിസ്മസ് എക്സാമിന്. കഴിഞ്ഞ എല്ലാവരുടെ ഫൈസ ക്ലിയർ? തുളസി മോനെ ക്ലിയർ ആയോടാ? തുളസിയും മിഥുനും ഏകദേശം ഒരേപോലെ ഇരിക്കില്ലേ അല്ലേ? സ്പെക്സ് കൂടി വെച്ചാൽ മതി. മിഥുനെടുത്ത് സാറേ ചെറിയൊരു കട്ടില്ലേ ചെറുതായിട്ട്? ഒരു സ്പെക്സ് നമുക്ക് തുളസി കൊടുത്താലോ? എന്താ കണ്ണ് കാണില്ലെന്നാ? തുളസിക്ക് എന്താ പറയണ? തുളസി വിളിച്ച്
അത് പറ സ്പെക്സ് വെച്ചാലേ ശരിയാവുള്ളൂ. മനസ്സിലായ? എന്നെ കാണുന്നില്ലെന്നല്ലേ? എടാ റീജോയിൻ ചെയ്തോ, എങ്കിൽ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അതൊന്ന് നോക്കിട്ടോ. യെസ്, മക്കളെല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് കോപ്പി ചെയ്ത് കഴിയാത്തവർ റീസാൻഡ് ചെയ്ത്, കോപ്പി ചെയ്ത് കഴിയാത്തവർ റീസാൻഡ്, ഡൗട്ട് ഉള്ളവർ റീസാൻഡ്, രണ്ടുപേർക്കും ഡൗട്ട് റീസാൻഡ് ചെയ്യാം. ധൈര്യമായി ചോദിച്ചോട്ടോ മക്കൾ, ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തോ. ആർദ്ര കഴിയാത്താണോ അതോ ഡൗട്ടാണോ? ആ പറഞ്ഞു, ഇപ്പൊ കയറിയുള്ളൂ. നെറ്റിന്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് മനസ്സിലാവാതെ, ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ അടുത്ത പ്രോബ്ലം ഞാൻ കാണിച്ചു തരും, അപ്പൊ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടുത്ത പ്രോബ്ലം സെയിം തന്നെയാണ് കേട്ടോ, കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ ആർദ്ര. മഹേശ്വറെ കഴിയാത്തല്ലേ മഹേശ്വർ? അഷിക ഡൗട്ടാണോ അതോ കഴിയാത്താണോ? കെവിനത് സാർ 36 പകരം 16. ആ, നിങ്ങൾ എന്തിനാ ലെഫ്റ്റ് ആയത്? എന്തിനാ, ആരോട് ചോദിച്ചിട്ടാ? ആ അത് പറ്റൂല, അത് പറഞ്ഞു തരൂല. കോൾ എനിക്ക് എന്തോ ഇഷ്ടം പോലെ വരും, ഞാൻ എടുക്കുന്നില്ലല്ലോ. എന്നാലും പറ, ഇനി മേലാക്ക് കോൾ എടുക്കരുത് കേട്ടോ. യെസ്, 20 പ്ലസ് 25 16 കുറയ്ക്കുക കേട്ടോ ആർദ്ര. നോക്കിക്കോട്ടെ ആർദ്ര, അടുത്ത പ്രോബ്ലം കൊണ്ട് പറഞ്ഞുതരാം ആർദ്ര. 25 നിന്ന് 16 കുറച്ചാൽ 9 കിട്ടും. എന്ത് കിട്ടും മോനെ? 9. 9 അപ്പൊ തന്നെ എന്ത് ചെയ്യാ? 10 വെച്ച് ഇൻറ്റു ചെയ്യാം. അപ്പൊ 9 × 10 90/20. 90/20. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ വേണം 20യുടെ കൂടെ ആഡ് ചെയ്യാൻ. കത്തിയിൽ 20 അവസാനം ആഡ് ചെയ്യാവും. ക്ലിയർ ആയാ? ആ ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ കൂടെ 20 കൂട്ടി, ഇവിടെ ഒരു 20 ഉണ്ടല്ലോ ലോവർ ലിമിറ്റ്, അത് അവസാനം കൂട്ടാവും. കത്തിയാ? ഓക്കെ യെസ്. ആ ഓക്കെ. കെവിനെ ഈ സി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സി എഫ് അല്ല കേട്ടോ, എപ്പോഴും ഈ സി എഫ് തൊട്ട് മുമ്പത്തെ സി എഫ് എടുക്കുക കേട്ടോ. കെവിൻ ക്ലിയർ ആയാ? യെസ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ, നിങ്ങൾ റെഡി ആണോ? കഴിഞ്ഞോ മഹേശ്വറെ? മഹേശ്വർ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല മഹേശ്വർ, ഞാൻ എന്ത് ചെയ്യാനാ? സ്ക്രീൻഷോട്ട് എടുക്കോ? സ്ക്രീൻഷോട്ട് എടുക്കോ മഹേശ്വർ? ആ എടുക്കുന്ന, വേഗം എടുക്കുക, വേഗം എടുക്കുക, മായി ഇപ്പോ. മക്കളെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, കണ്ടിന്യൂസ് സീരീസ് ആണ്. നമുക്ക് മോഡിലോട്ട് പോകാം. മോഡും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? യെസ്. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, കാൽക്കുലേറ്റ് മീഡിയൻ. കാൽക്കുലേറ്റ് മീഡിയൻ. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് മീഡിയൻ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോഡ് തുടങ്ങണേ. നമുക്ക് ഒരു പാട്ട് കേട്ട് തുറക്കടെ. എന്താ പറഞ്ഞില്ല? ദുർഗ എന്താ പറയുന്നുണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചയും നോക്കും, ദുർഗ എവിടെ, ദുർഗ എവിടെ, ദുർഗ എവിടെ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, കാൽക്കുലേറ്റ് മീഡിയൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് കോളം ക്ലാസ് എന്ന് കൊടുക്കുക. ഫസ്റ്റ് കോളം ക്ലാസ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി കേട്ടോ. എന്താ മഹേശ്വർ എന്തോ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അത് പറയാൻ സാധിക്കുന്നില്ല. എന്ത് പറ്റിയിടാ? നിനക്ക് പറ്റും, നീ ട്രൈ ചെയ്യൂ. എക്സ് ഫ്രീക്വൻസി ആ 0 to 5. നിനക്ക് ഇവിടെ ഓപ്ഷൻ തരുന്നുണ്ട്, പക്ഷെ നിനക്ക് പറ്റുന്നില്ല അൺമ്യൂട്ട് ചെയ്യാൻ. 10, 10 to 15, 15 to 20, 20 to 25, 25 to 30, 4, 6, 12, 10. ചെയ്തോ. ഇതെന്ത് സീരീസ്? കണ്ടിന്യൂസ് ആണല്ലേ, കാരണം ക്ലാസ് ആയിട്ട് തന്നേക്കണേ. ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 to 5, അങ്ങനെ 0 to ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ക്ലാസ് കണ്ടാൽ അപ്പം മനസ്സിലാക്കണം അത് കണ്ടിന്യൂസ് സീരീസ് ആണ്. സോ നമ്മൾ ഈക്വേഷൻ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അറിയാലോ, ഈക്വേഷൻ അറിയാലോ. അപ്പൊ വേഗം ചെയ്തോ. തന്നെ ചെയ്തിട്ട് ആരാണ് ഫസ്റ്റ് ഉത്തരം കണ്ടെത്തണേ നോക്കട്ടെ. ആരാണ് ഫസ്റ്റ് മീഡിയം കണ്ടെത്തണേ നോക്കട്ടെ. വേഗാവട്ടെ. ശ്രേയ ഒന്ന് വേഗം ചെയ്യട ശ്രേയ, നിനക്കൊന്ന് ആർക്കും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. വേഗാവട്ടെ, വേഗം 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 ആക്രമണം കാണിക്ക് വേഗം. കിട്ടും. ആരാണ് ആദ്യം ചെയ്യണേ നോക്കട്ടെ.
ആഷിക്ക്, ആദിദേവ്, വേഗം വേഗം ആവട്ടെ. മഹേശ്വര കഴിഞ്ഞ എത്ര പെട്ടെന്ന് നേരത്തെയോ. സാർ ഒരു ഡൗട്ട്, ക്വസ്റ്റ്യൻ നമ്പർ 6 ഞാൻ സാമ്പിൾ ആൻഡ് സർവേ ആണോ എഴുതിയത്? സോഴ്സ് പ്രൈമറി അതാണോ? സർവേയും സെൻസസ് ആണോ എഴുതിയത്? സാമ്പിൾ സർവേയും സെൻസസ് ആണോ എഴുതിയത്? 6th ക്വസ്റ്റ്യൻ അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്. സാമ്പിൾ സെൻസസ് തന്നെ ഞാൻ എഴുതിയത്. പോയിന്റ്സ് ആണ് റേറ്റ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, മാർക്ക് കൊടുക്കാം. കാണിച്ചേ, കൊടുത്തു കറക്റ്റാണെങ്കിൽ മാർക്ക് കൊടുത്തു. ഇറ്റ് ഈസ് ആൻ സാമ്പിൾ സർവേ. അടുത്തത് അതിന് 3.5 മാർക്ക് കൊടുത്തോ? ആരാണ് ആദ്യം റീസെന്റ് ചെയ്തേക്കണേ സാറേ? വന്നല്ലോ രണ്ടുപേര്. ജസ്ലിൻ വന്നിട്ടുണ്ട്, രൂപ വന്നിട്ടുണ്ട്. ജസ്ലിൻ എത്ര? ജസ്ലിനെ 14.16 എന്നാണ് നമ്മുടെ ജസ്ലിൻ പറയുന്നത്. അടുത്ത ആള് രൂപ. അതന്നെയാണല്ലോ. ഞാനൊരെ കൂടുതൽ ഇട്ടേക്കാം. ഓക്കെ, അടുത്തത് ഇമ്മാനുവലേ. ഇമ്മാനുവൽ അറിഞ്ഞ മോനെ? സെയിം തന്നെയാണ്. അടുത്ത ആള് മിഥുൻ, അത് തന്നെയാണ്. അടുത്ത ആള് സഫ, ഇത് തന്നെയോടെ കിട്ടിയ മീഡിയൻ. ഓക്കെ. അടുത്ത ആള് ഫ്രെഡി. സെയിം. ഓക്കെ. ആദിദേവ് സെയിം ആണോ? അനശ്വര സെയിം ആണോ? അതെ, അനശ്വരക്ക് സെയിം. ആദിദേവിന് വേറെ എന്താ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞു. ആദിദേവ് പറയുന്നുണ്ട് എനിക്കിതല്ല കിട്ടിയത്, എനിക്ക് വേറെ. ഓക്കെ, ആദിദേവത്തെ ഏത് ആൻസർ? കുഴപ്പമില്ല, 6 സെയിം, കുഴപ്പമില്ല, സെയിം ആണത്. അടുത്ത ആള് അജ്വാദേ, എത്ര കിട്ടിയത് ആൻസർ? 50 ഒരിക്കലും ശരിയാവൂല, കാരണം ആകെ 30 വരെ ഉള്ളൂ ഇവിടെ. ഇതിനുള്ളിലുള്ളതല്ലേ മീഡിയം വരുള്ളൂ. അപ്പൊ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാണിച്ചുതരാം കേട്ടോ. ഓക്കെ, അടുത്ത ആള് ശ്രേയ 16. അടുത്ത ആള് ആൻ ഐവിയ. ഓക്കെ, ഫൈസ സെയിം ആണോ? 14.16 ആണോ? കുഴപ്പമില്ല. 15, 16 ഒക്കെ കിട്ടിയവരാണോ മക്കളെ? ബാക്കിയുള്ളവരൊക്കെ കിട്ടിയവരൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്ത് നോക്കട്ടെ. എത്ര പേര് കിട്ടിയെന്ന് അറിയാനാണ് ഞാൻ റീസാൻഡ് ചെയ്യാൻ പറയണേ. കിട്ടിയവരൊക്കെ റീസാൻഡ് ചെയ്യൂ, നോക്കട്ടെ. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ ചെയ്ത് കാണിക്കാം. ആർദ്ര എവിടെ സാറേ? ആർദ്രയ്ക്കല്ലേ നേരത്തെ റേഞ്ച് പോയത്, ഇപ്പൊ വന്നിട്ട് നോക്കിയ റേഞ്ച്. ആർദ്ര ആൻസർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ആർദ്ര, ഇതെന്താ സീരീസ് എടാ? കണ്ടിന്യൂസ് സീരീസ് അല്ലടാ. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയം കാണെങ്കിൽ ആദ്യം എന്ത് വർക്ക്ഔട്ട് ചെയ്യണടാ? CF. ആർദ്ര നേരത്തെ ചോദിച്ചത് കൊണ്ട് പറയാൻ. ഓക്കെ, F കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ആദ്യത്തെ F എത്രയാ? 4. 4നോടൊപ്പം 6 കൂട്ടിയാൽ എത്രയാ? 6 കഴിഞ്ഞാൽ 7, 8, 9, 10. എത്രയാ? 10. 10 + 12 22. 22ഉം 10ഉം 32. 32 5ഉം 37 ആണോ? 5 + 3 40. ഓക്കെ അല്ല? അപ്പൊ N എത്രയാ? ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താടാ? Fന്റെ ടോട്ടലാണ്. അപ്പൊ N എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും N. അതായത് ഇവിടെ കിട്ടുന്ന സംഭവം തന്നെ. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ആദ്യം മീഡിയം കാണുന്ന ഇക്വേഷൻ പറഞ്ഞേ. ആദ്യം എന്ത് ചെയ്യണം? മീഡിയൻ ഈസ് ഈക്വൽ ടു പറഞ്ഞേ. n/2 ഐറ്റം. ഇവിടെ N എത്രയാണ് നമുക്ക് കിട്ടിയത്? N എത്ര കിട്ടിയേ?
40. അപ്പൊ 40/2 എത്രയാ? എത്ര 40/2? 20. 20 ഈ സി എഫിൽ ഉണ്ടോടാ? ഉണ്ടോ നോക്കണം. 20 ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത നമ്പർ പിന്നെ ഏതുള്ളത്? ആ ആ ആ 2. അത് റൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ക്ലാസ് കിട്ടിയില്ലേ? 10നും 15നും ഇടയിലുള്ള നമ്പറാണ് നമ്മുടെ മീഡിയൻ. എന്നിട്ട് പിന്നെ നമ്മൾ ഈക്വേഷൻ അപ്ലൈ. ഈക്വേഷൻ പറഞ്ഞേ എൽ പ്ലസ് സി. എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. എത്ര ലോവർ? 10 പ്ലസ് n/2. n/2 ഓൾറെഡി ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് 20 എന്നല്ലേ കിട്ടിയാണ് n/2. 20 മൈനസ് ഈ സി എഫ് എന്ന് പറഞ്ഞ എപ്പോഴും നമ്മൾ തൊട്ട് മുമ്പത്തെ സി എഫ് എടുക്കണം. നമ്മൾ റൗണ്ട് ചെയ്തതിന് തൊട്ട് മുമ്പത്തെ, അതായത് തൊട്ട് മുമ്പത്തെ സി എഫ് എത്രയപ്പോ? 10 ബൈ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി. റൗണ്ട് ചെയ്തതിന്റെ ഫ്രീക്വൻസി എത്രയാ? 12 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ. നമുക്ക് കിട്ടിയ ക്ലാസ് 10 to 15 അല്ലേടാ? അപ്പൊ എത്രയാ ക്ലാസ് ഇന്റർവെല്? 15ന് 10 കുറയ്ക്കുക. എത്രയാ? 5. 15ന് 10 പോയാ 5. യെസ്. ഇവിടുത്തെ എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞിട്ടേ 10 വെച്ച് കൂട്ടാവൂ. ഓക്കെ ആണോടാ? അപ്പൊ 20ന് 10 പോയാൽ 20 രൂപയിൽ നിന്ന് 10 രൂപ പോയി എത്രയാ? 10 രൂപ. 10 × 5 10 × 5 10 × 5 50. 50/12 അല്ലേ വരിക? മനസ്സിലായോ? 20ന് 10 പോയാൽ 10. 10 × 5 50. 50/12 സെറ്റ് ആണോ? യെസ്. അപ്പൊ 50/12 എത്ര നോക്കി കാൽക്കുലേറ്ററിൽ? 50/12. ഇപ്പൊ ചെയ്യുന്നില്ലേ? ലിയാനെ ചെയ്യുന്നില്ലടാ. മനസ്സിലായോ? ആ അതെ അതെ അതെ. 4.616 ആണോ? 4.1 എത്രയാ? 4.16. അതായത് 14.16. ഇതാണ് നമ്മുടെ ആൻസർ. സത്യോടാ? മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണ്? ഗൈസ് കാണിച്ച എല്ലാവർക്കും ആൻസർ ചെയ്തു. അലക്സെ ക്ലിയർ ആയോ? ലിയാൻ ഓക്കെ ആണോ? മക്കളെ സെറ്റ് ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു. സാറിന് റോവലാൻഡ് ചെയ്തു. ഫാത്തിമ ഡൗട്ട് ആണോ? അതോ ഫുൾ ആൻസർ കിട്ടിയതാണോടാ? 5 ക്ലാസ് ഇന്റർവെൽ അല്ലേടാ? 15ന് 10 കുറയ്ക്കുക. നേരത്തെ 10 ആയിരുന്നു. മനസ്സിലായോ? എഴുതി വെക്കുക. അവിടെ 5ന്റെ അവിടെ എഴുതി വെക്കൂ. 5 കിട്ടിയത് അറിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെക്കുക കേട്ടോ മക്കളെ. 15 - 10 കേട്ടോ. ഓക്കെ. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഡൗട്ട് ഉള്ള ഒരു ധൈര്യമായ റീസൺ. ലെവിൻ അല്ല എവിലിൻ എവിടെ? എവിലിൻ നമുക്ക് മോഡിലേക്ക് പോവാം. മോഡിലേക്ക് പോണതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാന്നല്ലേ പറഞ്ഞ സാറേ? റെഡി ആയിക്കോ. എവിലിനെ മോനെ. എവിലിന് റീസൺ അന്നല്ല. എന്തൊക്കെയുണ്ട് എവിലിന് വിശേഷം? ആൻസർ കിട്ടിയായിരുന്നോ? തന്നെ കിട്ടിയായിരുന്നോ? തന്നെ ചെയ്തോ? മനസ്സിലായോ? മീഡിയൻ കൊള്ളാമോ? മീനും മീഡിയനും. ഇനി ഏത് അടുത്തെടുക്കാൻ പോണേ? ആറാമത്തെ ചാപ്റ്റർ ഇല്ല. അടുത്ത ടോപ്പിക്കിന്റെ മോഡിന് ആരെടുക്കും? ഓക്കെ, നമുക്കപ്പോ ദുർഗയുടെ പാട്ട് കേട്ടിട്ട് മോഡിലോട്ട് പോവാം. ഓക്കെ മക്കളെ, ഈ ചാപ്റ്റർ വരെ ഉള്ളൂ കേട്ടോ സെക്കൻഡ് ടേം എക്സാമിന്. 5th ചാപ്റ്റർ വരെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളൂ കേട്ടോ. യെസ്. ഓക്കെ, നമുക്ക് പാട്ട് റെഡി ആണല്ലോ അല്ലേ ദുർഗ? എല്ലാരും തിരിച്ചു വരാം. വേഗം വീഡിയോ ഓണാക്കാം. വേഗോട്ടെ. മക്കളെ വേഗം എല്ലാവരും. ആദിദേവ്, അജ്വാദ്, രൂപ വേഗം വീഡിയോ ഓണാക്കടാ. വേഗാവട്ടെ.
വേഗം മക്കളെ, വേഗം വേഗം വേഗം. എല്ലാവരും വീഡിയോ അടക്ക. ഫാത്തിമ, വേഗാട്ടെ ഫാത്തിമ. വേഗാട്ടെ വേഗാട്ടെ എല്ലാവരും. വേഗം സാറേ, ഫോർത്ത് റോയില് കവൻ ഫേസ് കാണുന്നില്ല. ആരാ? ആ മിന്നു. ആ ബോക്സ് ആക്കിക്കോ മക്കളെ, പ്രോബ്ലം ചെയ്യാം. വേഗാട്ടെ വേഗാട്ടെ എല്ലാരും ബോക്സ് ആക്കിക്കോളൂ. വേഗാട്ടെ വേഗാട്ടെ വേഗാട്ടെ, വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. അല്ല, വേഗം ഇക്വേഷൻ വേഗം കോപ്പി ചെയ്തോ. ദിയ, മോസ്റ്റ് അല്ല, മോഡ് എന്ന് പറഞ്ഞാൽ മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ. എന്താ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ? ഫ്രീക്വന്റ് എന്ന് പറഞ്ഞ അർത്ഥം ഫ്രീക്വന്റ് ആയിട്ട് എന്ന് പറഞ്ഞ എന്താ? എന്താ ആര് പറയാം ഫ്രീക്വൻസിയുടെ മീനിങ്? ഫ്രീക്വന്റിന്റെ അർത്ഥം എന്താ? ഫ്രീക്വന്റ് ആയിട്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആര് പറയാം? റീസാൻഡ് ചെയ്തേ. ഫ്രീക്വന്റിന്റെ അർത്ഥം എന്താ? ഫ്രീക്വന്റ് ആരെ വിളിക്കാം? പൈസ. എന്താ ഫ്രീക്വന്റിന്റെ മീനിങ്? ഇടയ്ക്കിടയ്ക്ക് അല്ലെ? അത് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെ? യെസ് മക്കളെ, റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് മോഡ്. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും. യെസ്. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഫുഡ് വെയർ ഷോപ്പില് മോഡ് എത്ര സൈസിലുള്ള ചെരുപ്പായിരിക്കും? ആരും അറിയും? റീസെന്റ് ചെയ്ത് ഒരു ചെരുപ്പ് കടയില് മോഡ് എന്ന് പറയുന്നത് ഏത് സൈസിലുള്ള ചെരുപ്പായിരിക്കും? രൂപ പറയണം. 7 ആണോ മക്കളെ? 7 ആണോ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത്? ആണോ 7 ആണോ? ഒന്ന് കൈവീശ്. 6, 7, 8 ആ റേഞ്ചിലുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാണ്. അപ്പൊ മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് മോഡ് കേട്ടോ. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാണാൻ സിമ്പിളാ. റിപ്പീറ്റഡ് വാല്യൂ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ആണ് മോഡ്. ഇനി റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ എന്ത് കാണണം? അതിന് മീഡിയനും കാണാം, മീനും കാണാം. അതിന് എന്ത് ചെയ്യുക? 3 × മീഡിയൻ - 2 × മീൻ ചെയ്യുക. ഇതങ്ങനെ വരാറില്ല. സ്റ്റാറ്റിക്കാർക്ക് വരും. സ്റ്റാറ്റിസ്റ്റിക്സുകാരുണ്ട് ഓപ്ഷണൽ സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവർ റീസാൻഡ് ചെയ്തേ. കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റി ഉള്ളവർ ആരൊക്കെ റീസാൻഡ് ചെയ്തേ? കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് രൂപ മാത്രമേ ഉള്ളൂ ഈവനിങ് ബാച്ചിൽ. കുറെ പേര് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല കേട്ടോ സാറേ. മക്കളെ, ഇങ്ങനൊരു ഇക്വേഷൻ രൂപ, അത് പഠിച്ചു വെക്കുക കേട്ടോ. 3 × മീഡിയൻ - 2 × മീൻ അറിയാല്ലേ? ഓക്കെ. അടുത്ത ഡിസ്ക്രീറ്റ്, വെരി സിമ്പിൾ, ഒന്നും ചെയ്യാനില്ല. ഹയസ്റ്റ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്തിട്ട് വെറുതെ എഴുതുക. കണ്ടിന്യൂസ് സീരീസിൽ ആദ്യം ഹയസ്റ്റ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്യുക. ഒരു ഇക്വേഷൻ ഉണ്ട്, L + D1 / D1 + D2 × C. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്, L + F1 - F0 / 2F1 - F0 - F2 × C. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. മനസ്സിലായോ? ആ ഇക്വേഷൻ നോക്കണ്ട, ഇതാണ് എളുപ്പമെങ്കിൽ ഇത് ചെയ്താൽ. ഇതാണ് സ്കൂളിൽ എടുത്തേക്കുന്ന ഇക്വേഷൻ ആണെങ്കിൽ കാണിച്ചേ. L + D1 / D1 + D2 × C ആണോ? ഒന്ന് കൈവശി കാണിച്ചല്ലോ ഒരു ഇക്വേഷൻ ആണെങ്കിൽ. യെസ്. അപ്പൊ പിന്നെ ഇത് പഠിച്ചാൽ മതി, സിമ്പിളാ. കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. കാൽക്കുലേറ്റ് മോഡ്. ഇത് ബോക്സിലാക്കണേ മക്കളെ, ബോക്സിലാക്കണം. കാൽക്കുലേറ്റ് മോഡ്. 10, 12, 11, 9, 13, 12, 14 എത്രയാണ് മക്കളെ മോഡ്? ആര് പറയും ഇതിന്റെ ആൻസർ എന്താ? മോഡ് എത്രയാ? ആര് പറയും ഇതിന്റെ ആൻസർ? മോഡ് ഈസ് ഇക്വൽ ടു എത്രയാണ്? മോഡ് ഈസ് ഇക്വൽ ടു ആരെ വിളിക്കാം സാറേ ഉത്തരം പറയാൻ? രൂപേനെ വിളിക്കണ്ട, ഫാത്തിമേനെ വിളിക്കണ്ട, വേറെ ആരെ വിളിക്കും ലാസ്റ്റ്. മക്കളെ മോഡ് ഇത് എന്ത് സീരീസ് ആ? ഇൻഡിവിജ്വൽ ആണോ, ഡിസ്ക്രീറ്റ് ആണോ, കണ്ടിന്യൂസ് ആണോ? ആരെ വിളിക്കാം?
അഫിദ പറയടാ, ഇൻഡിവിജ്വൽ ആണോ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ അത്? ഇൻഡിവിജ്വൽ, വെറുതെ കോമ ഇട്ടുന്ന ഇൻഡിവിജ്വൽ ആണ് അല്ലേ? അപ്പൊ ഇൻഡിവിജ്വൽ എങ്ങനെയാ മോഡ് കാണാ? റിപ്പീറ്റഡ് വാല്യൂ, ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള വാല്യൂ. ഇതിൽ ആവർത്തിച്ചിട്ടുള്ള വാല്യൂ ഏതാ? 12 രണ്ട് തവണ ഉണ്ടല്ലോ മക്കളെ. സോ മോഡ് ഈസ് ഈക്വൽ ടു 12. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച്, ഉഷാറായിട്ട് കഴിച്ച് കാണിച്ച്. തുളസി ക്ലിയർ? ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് മോഡ്. ഇതാരാണ് ആദ്യം കാണണേ നോക്കട്ടെ കേട്ടോ. 10, 15, 25, 22, 18, 26, 18, 15, 25, 8, 30. പറഞ്ഞോ, ഇതിലേതാണ് മോഡ്? ആരാണ് ആദ്യം കാണുന്ന ആൻസർ നോക്കട്ടെ. ആൻസർ കണ്ടുപിടിച്ചവരൊക്കെ റീസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ആൻസർ കിട്ടിയവരൊക്കെ റീസ് ഹാൻഡ് ചെയ്യുക. ഒരു 50 പേരെങ്കിലും റീസ് ഹാൻഡ് ചെയ്യും. മോഡ് കിട്ടിയവര് 50 പേരെങ്കിലും റീസ് ഹാൻഡ് ചെയ്യണം. വേഗം ആവട്ടെ, വേഗം 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 വേഗം. 16 പേരായിട്ടുള്ളൂ. 50 പേര് റീസ് ഹാൻഡ് ചെയ്യണം. 50 പേര്. ഇതില് മോഡ് എത്രയാണ്? മോഡ് എത്ര പേര് സാറേ? 30 പേര്. മക്കള് 30 ആയിട്ടുള്ള 50 പേര് ആവണ്ട്. ഞാൻ എന്ത് ചെയ്യില്ല, ആൻസർ പറയൂല. അടുത്ത പേജ് ആൻസർ റീസ് ഹാൻഡ് ചെയ്യാത്തവരെന്ന് കാണിച്ചെന്ന് എനിക്ക്. ആരൊക്കെയാ നോക്കട്ടെ, ആരൊക്കെയാ റീസ് ഹാൻഡ് ചെയ്യാത്തത്? അർജുൻ, റോഷ്നി, കെവിൻ, അഭിനന്ദ്, ജിജി, അഭിറാം, സിദ്ധാർത്ഥ്, അലക്സ്, ആർദ്ര, മിസ്ന. മിസ്നെ വിളിച്ചു പറയാം. മിസ്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും നമുക്ക്. മിസ്ന, ഇതിന്റെ മോഡ് എത്രയാ പറയും? റീസ് ഹാൻഡ് ചെയ്യൂലല്ലേ? അത് റീസ് ഹാൻഡ് ചെയ്യാത്തേ? കാരണം 50 വെച്ചപ്പോ 60 പേരായില്ലേ സാറേ? ഓക്കെ, അപ്പൊ മോഡ് ഈസ് ഈക്വൽ ടു 18 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 18 മക്കളെ 18 ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും കിട്ടിയത്. യെസ്, 18 3 തവണയുണ്ട്. അത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കണേ. സോ മോഡ് ഈസ് ഈക്വൽ ടു 18. അപ്പൊ ഇൻഡിവിജ്വൽ കഴിഞ്ഞു. എന്ത് സിമ്പിളാ ഇൻഡിവിജ്വൽ, എന്ത് ഈസിയാ അല്ലേ? അപ്പൊ ഡിസ്ക്രീറ്റിലോട്ട് പോയാലോ? റെഡി ആണോ? ഡിസ്ക്രീറ്റിലോട്ട് പോകാൻ എല്ലാവരും റെഡി ആണോ? ഡിസ്ക്രീറ്റിലോട്ട് പോവാം. ഇത് കോപ്പി ചെയ്തെടുക്ക് വേഗം, എല്ലാവരും കോപ്പി ചെയ്തെടുക്ക്. ഡൗട്ട് ഉള്ള റീസ് ഹാൻഡ് ചെയ്തോ. ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ സീരിയസിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ റീസ് ഹാൻഡ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ റീസ് ഹാൻഡ് ചെയ്തോ, പറഞ്ഞുതരാം. ആഗ്ന ഡൗട്ട് ഉണ്ടോ? ആഗ്ന ഇല്ല. ആർക്കാ ഡൗട്ട് ഉള്ള? രൂപയ്ക്കാണ്. രൂപ എന്താണ് രൂപ ഡൗട്ട് ചോദിച്ച മോനെ? ആ, കുഴപ്പമില്ല, നമ്മൾ ചെയ്യുമ്പോൾ ഒരുമിച്ചല്ല ചെയ്തത്, ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തേക്കണേ. ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഫാത്തിമ എന്താണ് മോനെ? യെസ്. എന്നിട്ട് 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ. അതങ്ങനെ വരാറില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മീഡിയൻ ഇത്രയാണ്, മീൻ ഇത്രയാണെങ്കിൽ മോഡ് എത്ര, അങ്ങനെ ചോദിച്ചാൽ സുഖമായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കാണിച്ചു തരാം. എവിലിനെ ക്ലിയർ? ബിയ സെറ്റലാണോ? എല്ലാവർക്കും ഓക്കെ. ബിയക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഡിഫിക്കൽട്ട് കഴിഞ്ഞ ദിവസം ഒരു ഡിപ്രീസിയേഷൻ തന്നില്ലായിരുന്നോ? ഓക്കെ അല്ലേ ബിയ? ഓക്കെ. അജ്ജു അതെ, എന്താ മോനെ ചോദിക്കടാ. നീ എവിടേക്കാ പോണ? നീ പൗഡറൊക്കെ ഇട്ട് ചുള്ളനായിട്ടില്ല. എവിടേക്ക് പോണേ? പൗഡർ ഇടാതെ തന്നെ ചുള്ളനാണെന്നാ? ഇത് മോഡൽ എടുക്കണേ. അല്ലല്ല, മീനാണ് മോനെ. മീന് മാത്രമേ സം കാണില്ല. സിഗ്മ വരണത് മീനാ. മനസ്സിലേക്ക് കയറ്റിക്കോളൂ. സിഗ്മ എന്ന് പറയുന്ന മീനുണ്ട്, അതിനെ ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? മീൻ കാണാൻ മാത്രമേ നമ്മൾ സിഗ്മ ചെയ്യുള്ളൂടാ, ടോട്ടൽ ചെയ്യുള്ളൂ. കത്തിയാ? യെസ്, സെറ്റ് അല്ലേ? അപ്പൊ ഏത് മീനാ? സിഗ്മ മീൻ. ഓക്കെ, മക്കളെ ഓക്കെ ആണല്ലോ. സിഗ്മ വരണത് മീന് മാത്രമാണ്. മീഡിയലിനോ മോഡലിനോ സിഗ്മ ഇട്ട് കൊടുക്കരുത് ഒരിക്കലും കേട്ടോ. ഓക്കെ അല്ലേ? എന്ന് കൈവശി കാണിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇനി ഡിസ്ക്രീറ്റിലേക്ക് പോവാം. ഡിസ്ക്രീറ്റ് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാമല്ലോ സാറേ? രൂപ പാടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
രൂപയുടെയും പാട്ട് കച്ചേരി ഉണ്ടെന്ന്. ഓക്കെ. പിന്നെ മറ്റേ കുട്ടില്ലേ ആൻമേരി ഇല്ലേ അല്ല, ഇവരാണല്ലേ. ആ ബി എം പാടില്ല, ബി ആ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് മോഡ്. ഫസ്റ്റ് കോളം മാർക്സ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി. മാർക്സിൽ 10, 20, 30, 40, 50. 10, 12, 20, 13, 8. ഇത് ഏത് സീരീസാ? ആരെ വിളിക്കാം? ഇൻഡിവിജ്വൽ ആണോ, ഡിസ്ക്രീറ്റ് ആണോ, കണ്ടിന്യൂസ് ആണോ? കൃഷ്ണേന്ദു, ഇത് ഏത് സീരീസ് ആടാ? ഇൻഡിവിജ്വൽ ആണോ, ഡിസ്ക്രീറ്റ് ആണോ, കണ്ടിന്യൂസ് ആണോടാ? ഏതാ? ഡിസ്ക്രീറ്റ്. വെരി ഗുഡ്. എങ്ങനെ മനസ്സിലായി ഡിസ്ക്രീറ്റ് ആണ്? 2 കോളം ഉണ്ട് അല്ലേ? 2 കോളവും ക്ലാസ് അല്ലാതെയും തന്ന ഡിസ്ക്രീറ്റ് ആണ്. ക്ലാസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ് അല്ലേ? എങ്ങനെ ഡിസ്ക്രീറ്റിൽ എങ്ങനെ മോഡ് കാണാടാ? അലോക്കേറ്റ് ക്യൂമുലേറ്റീവ് ഒന്നുമില്ല, അത് മീഡിയൻ. മീഡിയൻ ക്യൂമുലേറ്റീവ്, മീഡിയൻ ക്യൂമുലേറ്റീവ്, മീഡിയന് മാത്രമേ ക്യൂമുലേറ്റീവ് ആവശ്യമുള്ളൂ. ഇതെന്താ വായിച്ചേ? ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുത് ഏതാ? ഇത്രയേ ഉള്ളൂ. മോഡിസിക്കൽ ടു 30. എന്ത് സിമ്പിളാ നോക്കി. മോഡിസിക്കൽ ടു 30. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച ഒന്നും ചെയ്യാനില്ല. ഓക്കെ ആണോ? സെറ്റ് ആണോ? കഴിച്ച് കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. യെസ്. അതിനർത്ഥം 10 മാർക്കുള്ള 10 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്, 20 മാർക്കുള്ള 12 പേർ ആ ക്ലാസ്സിലുണ്ട്, 30 മാർക്കുള്ള 20 പേരുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് 30 പേരുള്ളതാ. അതുകൊണ്ടാണ് 30 വന്നത്. കത്തിയോ? അപ്പൊ ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുത് എടുക്കണം കേട്ടോ. കത്തിയോ മക്കൾ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ എളുപ്പവഴി പറഞ്ഞേ. സിഗ്മ എന്ന് പറയുന്ന മീൻ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന മീഡിയൻ. ഓക്കെ അല്ലേ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത് മീഡിയൻ കാണാനാണ് കേട്ടോ. വേറെ എവിടെയും ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കരുത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? കഴിച്ച് കാണിച്ചെല്ലാവരും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി തരട്ടെ. ഇത് കോപ്പി ചെയ്തെടുത്തോ, വേഗം വേഗം കോപ്പി ചെയ്തോ. ഇത് കഴിഞ്ഞവര് അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യണം കേട്ടോ. മോഡ് കാണാം. കിട്ടിയവര് ഒരു 80 പേര് റീസാൻഡ് ചെയ്യും. മോഡ് കിട്ടിയ 80 പേർ. 50 പോരാ, എനിക്ക് 80 വേണം, 80 വേണം. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 80 പേര് റീസാൻഡ് ചെയ്തു. 80 പേര് കേട്ടോ. 80 പേര് വേഗം ആവട്ടെ. എത്ര പേരായി സാറേ? 40ഓ? മക്കളെ 80 പേരാണ് ഞാൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. 80 പേര് എനിക്ക് വേണം. 80 പേര് വേഗം റീസാൻഡ് ചെയ്തു. വേഗം ആവട്ടെ. 80 സ്റ്റുഡൻസ്. 60 ആയി. 67, 70 ആയിട്ടുള്ള മക്കളെ ഒരു 10 മോർ. വേഗം വേഗം. ഇതിന് ആൻസർ റീസാൻഡ് ചെയ്യാത്തവർ ആരൊക്കെയാന്ന് നോക്കി സാറേ കാണിച്ചു. ഒരു പൊട്ടം. സിദ്ധാർത്ഥേ, അലക്സേ, ദേവിക, സാദിയ, നേഹ, അജ്വാദ്. അജ്വാദ് മനഃപൂർവ്വം കണ്ട. കീർത്തന ഇപ്പുറത്തിരിക്കുന്ന ഹാനിയ. ഹാനി ഉത്തരം പറയും. ഹാനിയ പറയും. മോഡ് എത്രയാടാ? മോഡ് എത്ര? സോറി, 15. വെരി ഗുഡ്. മോഡിസിക്കൽ ടു 15. മോഡിസിക്കൽ ടു 15. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവർക്കും 15 അല്ലേ കിട്ടിയത്? സെറ്റ്. ഓക്കെ, മാറ്റിയാണേ. നമുക്കിനി കണ്ടിന്യൂസ് സീരീസിലേക്ക് പോവാം. കണ്ടിന്യൂസ് സീരീസിലേക്ക് പോയതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് കഴിഞ്ഞ വർഷം 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2025. ചെയ്യാലോ? അത് റെഡിയാണോ എല്ലാവരും? അപ്പൊ ആദ്യം കണ്ടിന്യൂസ് സീരീസ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ എനിക്ക് എക്സാമിന് വരിക 8 മാർക്കിന് കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് സീരീസിന് പോണതിന് മുമ്പ് പാട്ട് കേൾക്കാന്ന് പറഞ്ഞ സാറേ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് കണ്ടിന്യൂസ് സീരീസിലേക്ക് പോവാം. അപ്പൊ ഒരു എനർജി ഉണ്ടാവും. വിളിച്ചോളൂ. നമുക്ക് ദുർഗയും പാടും രൂപയും പാടും. ദുർഗയുടെ പാട്ട് കേട്ട് നമുക്ക് രൂപയുടെ പാട്ട് കേൾക്കാം. എന്നിട്ട് നമുക്ക് 1 സെക്കൻഡ്.
അതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിടാം. ദുർഗയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്. അല്ല, ദുർഗയല്ല, രൂപയ്ക്ക്. ആ ഓക്കെ, അറിയില്ല. 2007 അറിയില്ല എനിക്ക്. പണ്ടത്തെയാ. സ്റ്റാർ സിംഗർ 1 2 അങ്ങനെ എന്തായിരുന്നു അല്ലേ? സാറിന് അറിയോ? ദുർഗ വിശ്വനാഥ്, നല്ലൊരു പാട്ടുകാരി. രൂപ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് രൂപയുടെ പാട്ടാണേ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് രൂപയുടെ പാട്ടേക്ക്. ക്വസ്റ്റ്യൻ ഇതിക്കുള്ള എല്ലാവരും കാൽക്കുലേറ്റ് മോഡ്. ഫസ്റ്റ് കോളം മാർക്സ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി, സെക്കൻഡ് കോളം ഫ്രീക്വൻസി. മാർക്സിനകത്ത് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. നമുക്കൊരു 2024 കൊടുത്തേക്കാം അല്ലേ സാറേ? അപ്പോൾ 8, 12, 17, 8, 5 ഇതാണ് ക്വസ്റ്റ്യൻ. മോഡ് കാണാം. ക്വസ്റ്റ്യൻ വേഗം പകർത്തിക്കോ മക്കൾ. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. മോഡ് കാണാൻ എന്ത് ഈസിയാണെന്നറിയോ? വെരി വെരി സിമ്പിൾ. പറഞ്ഞുതരാം, എല്ലാവരോടും ശ്രദ്ധിച്ചിരുതാൻ പറഞ്ഞുതരാം. 4th റോയിൽ 3rd വൺ ചിരിച്ചിരിക്കുന്നുണ്ട് സാറേ. ആനൈവിയ. ആനൈവിയ ആരുടെ സംസാരിക്കണം? ആനൈവിയ പറഞ്ഞോ. ഈ ചേച്ചി ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. ചേച്ചി എന്താണ് ഒന്നിനും സമ്മതിക്കാത്തത്? ചേച്ചിയുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ NSSO എന്തായിരുന്നു? ക്യാമ്പോ? പാട്ട് കൊള്ളില്ലായിരുന്നോ? ഓക്കെ, സിസ്റ്റം മൊത്തത്തിൽ പോക്കായിരുന്നല്ലേ? അതിൽ കുഴപ്പമില്ല, അടുത്തോട്ട് ശരിയാക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ പാടാം കേട്ടോ. അല്ലേ സാറേ? ആണോ? ആനൈവിയാവോ? ചേച്ചി എനിക്കിട്ടാണല്ലോ വെച്ചതെന്നല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ മകളെ, അപ്പൊ നമുക്ക് എല്ലാവരും പെൻ താഴെ വെച്ച് ഒന്ന്, എല്ലാവരും പെൻ താഴെ വെച്ച് 2 കൈകൾ സ്ക്രീനിൽ കാണിച്ചു. ഇനി ആരും എഴുതല്ലേ, ഇവിടെ നോക്കിയിരുന്നു. ഓക്കെ ഓക്കെ, എല്ലാവരും കൈക്ക് ഇങ്ങനെ കാണിച്ച് 2 കൈകൾ ആരും എഴുതല്ലേ കേട്ടോ, നോക്കിയിരുന്നോളൂ. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ചെയ്ത് ഏറ്റവും വലുത് റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്തേ. ദിസ് ഈസ് F1. ഇതിന് നമുക്ക് F1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. തൊട്ട് മുമ്പുള്ളത് F0, അടുത്തത് F2. അപ്പൊ 0 1 2 എന്ന് ഓർഡറിൽ വരണം കേട്ടോ. 0 1 2. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഇക്വേഷൻ കാണിച്ച എല്ലാവരും. നമ്മുടെ ഇക്വേഷൻ, മോഡ് കാണുന്ന ഇക്വേഷൻ നമുക്ക് പോവാം. മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് D1 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2 ഇൻറ്റു C. L എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. മക്കളൊന്ന് പെൻ താഴെ വെക്കും, പിന്നെ കോപ്പി ചെയ്യാം. പെൻ താഴെ വെക്കുന്നു എല്ലാവരും. L എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ലോവർ ലിമിറ്റ് എത്രയാ? 20. D1 കാണാൻ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക, അതാണ് D1. മനസ്സിലായോ? അതായത് ഈ കിട്ടിയ ഫ്രീക്വൻസിയിലെ തൊട്ട് മുമ്പത്തെ കുറയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി ഈ കിട്ടിയതിന്റെ തൊട്ടടുത്തത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? D2 കിട്ടും. സത്യാ? സിമ്പിൾ അല്ലേ? 17 12 കുറച്ചാൽ D1 കിട്ടും, 17 8 കുറച്ചാൽ D2 കിട്ടും. ക്ലിയർ ആണോ? വീശി കാണിച്ചെല്ലാവരും. യെസ്. അപ്പൊ 17 12 കുറച്ചാൽ എത്രയാ? 17 മൈനസ് 12. ഈ F0 F1 F2 എന്ന് എഴുതാൻ നിർബന്ധമില്ല കേട്ടോ. D1 കാണാൻ ഇതേ മൈനസ് ഇത്, D2 കാണാൻ ഇതേ മൈനസ്, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. 17 12 കുറച്ചാൽ 12 13 14 15 16 17. 5 ആണോ? 5 ആണെങ്കിൽ വീശി കാണിച്ച്. ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2. അപ്പൊ 5 പ്ലസ് D2 എങ്ങനെ കാണാം? 17 8 കുറയ്ക്കുക, അപ്പൊ 9 അല്ലേ കിട്ടാ? ആണോ? വീശി കാണിച്ച്. യെസ്, 9 ഇൻറ്റു C എന്ന് പറഞ്ഞാൽ 20 30 ഇന്റർവെല് 10 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഇവിടുത്തെ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് 20 വെച്ച് കൂട്ടാവും. അപ്പൊ 20 പ്ലസ് 5 ഇൻറ്റു 10 50. 50 ബൈ 5 പ്ലസ് 5 പ്ലസ് ആണ് കേട്ടോ. 5 പ്ലസ് 9 14. അപ്പൊ 20 പ്ലസ് 50 ബൈ 14 എത്രയാ? ആരെ വിളിക്കാം? ആര് പറയും സാർ? ആരെ വിളിച്ചേ? സഹല് പറയണ. 50 ബൈ 14 എത്രയാടാ?
ഇനി F1 F0 നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി കളയാം. F1 F0 എടുത്തവർക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ എത്ര 50/24 ഇടാം. 2. അപ്പൊ ആൻസർ ഈസ് 22.08. മക്കളെ കറക്റ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. കറക്റ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും സെറ്റ് കഴിച്ച് കാണിച്ചേ. 50/14 2.08 അല്ലേ? യെസ്. ക്ലിയർ ആയോ? അത് സെറ്റ് ആണോ? അപ്പൊ ശ്രദ്ധിക്കാം മക്കളെ, ഏറ്റവും വലുതില്ലേ മക്കളെ, വലുതിൽ നിന്നും വലുത് റൗണ്ട് ചെയ്യുക. അതിന് തൊട്ട് മുമ്പത്തെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? D1 കിട്ടും. തൊട്ട് അടുത്തത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? D2 കിട്ടും. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചു പറഞ്ഞുതരാം. മഹേശ്വരൻ, നിനക്ക് റേഞ്ചിന് ഇഷ്യൂ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആയോ? ചോദിച്ചോടാ. എഴുതി കാണിക്കാൻ പോവാണോ? അടുത്ത ആളെ വിളിക്കട്ടെ. അപ്പൊ നീ എഴുതി തീർക്ക്. ആദ്യ ചോദിച്ചോടാ. അതാ കൊച്ചു പറഞ്ഞാടാ. 3. അവന് മഹേശ്വര അതാ പറയാൻ വന്നതല്ലേ. 3. ആ കൊച്ചിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടെ? എവിടെ അത് സാധനം? എന്താണത്? കാൽക്കുലേറ്റർ ഉണ്ടായിട്ട് പോലും തെറ്റിച്ച് കളഞ്ഞല്ലേ. പൈസ കറക്റ്റാടാ മക്കൾ. ഇതിനെയല്ല എല്ലാവരും പറയണേ, ആണോ? അത് കൈവീശാൻ പറഞ്ഞപ്പോ എല്ലാവരും കൈവീശില്ല. കറക്റ്റാണ് കൈവീശ. ശരിയല്ലേ? അത് എല്ലാവരും ഓ, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, ഡൗട്ടുള്ള റീസ് ആൻഡ് ചെയ്തോ. രൂപ സെറ്റ് അല്ലേ? രൂപ പാടാൻ റെഡി ആയിട്ടിരിക്കുക. അടുത്ത ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് രൂപയുടെ പാട്ട് കേൾക്കാം. ഒരാളോട് റീസാൻഡ് ചെയ്തിട്ടുണ്ട്. നിരഞ്ജൻ ചോദിച്ച മോനെ. D1 കാണാം നമുക്ക്. 17 ഇട വലുത്. 17 തൊട്ട് മുമ്പത്തെ കുറയ്ക്കാം. മനസ്സിലായോ? 17 - 12 കത്തിയോ? D1. D2 കാണാനോ? അടുത്തത് കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? 17 - 8. സെറ്റ് അല്ലടാ? ഓക്കെ ഓക്കെ. ഇനി ആരുടെ ഡൗട്ട് മക്കളെ? ഇത് D ആണ്, O അല്ല കേട്ടോ. O എന്ന് എഴുതിക്കല്ലേ. യെസ്. എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? യൂണിവേഴ്സിറ്റി കാണിച്ച മോഡ് സെറ്റ് അല്ലേ? മോഡ് പാർത്ഥിവേ, നീരജ് മോഡ് ക്ലിയർ ആയോ? പാർത്ഥിവ്, ദിയ ഓക്കെ അല്ലേടാ? സൂര്യ സെറ്റാണോ? സൂര്യ മോനെ ഓക്കെ അല്ലേ? ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി മീനും മീഡിയനും മോഡും കൂടി നമുക്ക് കഴിഞ്ഞ വട്ടം ചോദിച്ചത് കാണിച്ചു തരാം ഞാൻ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് രൂപയുടെ പാട്ട്. എല്ലാവരും കഴിഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചു. IVS ശരിക്കും പാട്ട് പാടൂ? ആണോടാ? എങ്ങനെയാണ് പാട്ടൊക്കെ പാടി പഠിച്ചു? എഴുതി വെച്ചിട്ടില്ലേ? അതാണോ? അടുത്ത് ഏത് സിനിമയിലെന്നറിയാമോ? ഏത് സിനിമയിലെന്നറിയാമോ? ടോമിന് ഏത് നാട്ടുകാരെന്നറിയാമോ? കേരളത്തിലെ നാട്ടുകാരനാ. എന്റെ നാട്ടുകാരൻ. ഇരിഞ്ഞാലക്കുട. ഓക്കെ മക്കളെ, വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. മീനും മോഡും കണ്ടാൽ മതി കേട്ടോ, മീഡിയം വേണ്ട. എന്നിട്ട് റൈറ്റ് ടു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ. മീനിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതാൻ പറയുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് ഇല്ലേ? ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ട്. സാറേ, ഈ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. ഡൗട്ട് പോയാ പാട്ട് കേട്ടപ്പോ? ദിയക്ക് ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. എന്താണ് ദിയ? മീൻ എന്താണെന്ന് പറഞ്ഞിരുന്നോ? മീൻ പറഞ്ഞ അരിത്തമെറ്റിക് മീൻ. അത് റെക്കോർഡ് ക്ലാസ് വാങ്ങിയില്ലേ? റെക്കോർഡ് ക്ലാസ് വാങ്ങിയ മീൻ പറഞ്ഞുതരുമെന്ന് പറഞ്ഞാൽ അതിൽ 3 സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. അത് ചെയ്ത് പഠിക്കണം കേട്ടോ ദിയ. റെക്കോർഡ് ക്ലാസ് വാങ്ങണേ. ഈ ചാപ്റ്ററിന്റെ 3 റെക്കോർഡാണുള്ളത്. ഇന്നത്തെ കൂടി ചേർത്ത് 3 റെക്കോർഡാണുള്ളത് കേട്ടോ. അപ്പൊ 3 റെക്കോർഡ് വാങ്ങിയാൽ മതി കേട്ടോ മോനെ. ഓക്കെ ഓക്കെ. രൂപ എന്താണ് രൂപ? മീൻ കിട്ടിയോ? മകളൊരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് മീനും മീഡിയനും മോഡും കാണാൻ പറഞ്ഞാല് നിങ്ങൾ ആദ്യം ഇത് ആൻസർ ഷീറ്റിലോട്ട് കോപ്പി ചെയ്യുക. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലോട്ട് കോപ്പി ചെയ്തിട്ട്
അത് വെച്ചിട്ട് മീൻ കാണാം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ഷീറ്റോട്ട് കോപ്പി ചെയ്തിട്ട് മീൻ കാണാം. ഇനി മീഡിയം കാണാൻ വീണ്ടും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം, എന്നിട്ട് മീഡിയം കാണാം, എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം, എന്നിട്ട് മോഡ് കാണാം. അങ്ങനെ ചെയ്യാവൂ. കത്തിയിൽ കഴിച്ച് കാണിച്ചെല്ലാവരും. അല്ലാണ്ട് ഒരെണ്ണത്തിൽ തന്നെ നിങ്ങൾ 3 കണ്ടുപിടിക്കണം, അത് കൺഫ്യൂഷൻ ആവും കേട്ടോ രൂപ. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തു, മീൻ കാണാം, മീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം, മീഡിയം കാണാം, വീണ്ടും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം, മോഡ് കാണാം. ഓക്കെ ആണോ? 8 മാർക്കിന് ചോദിച്ചാ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ മീൻ എങ്ങനെ കാണാം? മീൻ അപ്പൊ കിട്ടും ദിയ. അപ്പൊ മീൻ കാണാൻ മനസ്സിലാവും. കണ്ടിന്യൂസ് സീരീസിലെ മീൻ കാണാനുള്ള ഇക്വേഷൻ ആര് പറയും? റീസ് ആൻഡ് ചെയ്തേ. മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ കണ്ടിന്യൂസ് സീരീസില്? യെസ്. അപ്പൊ അതിന് മുമ്പ് മോഡ് കാണാം. മോഡ് നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചെയ്തതല്ലേ. മോഡ് കണ്ടിട്ട് മീൻ കാണാം. ഓക്കെ അല്ലേ? മോഡ് എങ്ങനെ കാണാം? ആദ്യം എന്ത് ചെയ്യണം? ആരെ വിളിക്കാം സാറേ? പാർത്ഥിവേ, എങ്ങനെയാണ് മോഡ് കാണാം? ആദ്യം എന്താ ചെയ്യണ്ടേ? ഏതാ ഹൈയസ്റ്റ് ഫ്രീക്വൻസി? ഇത് റൗണ്ട് ചെയ്യാം. മോഡ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. എൽ പ്ലസ് D2 ഇൻറ്റു സി. D1 എങ്ങനെ കാണാൻ? അടുത്താൽ വിളിച്ചോ. സാൻഡ്രിയ, D1 എങ്ങനെ കാണാടാ? 25 15 കുറച്ചാൽ D1 കിട്ടും. 25 8 കുറച്ചാൽ D2 കിട്ടും. അപ്പൊ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് D1 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2 ഇൻറ്റു സി. എൽ എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ് ആണ്. എത്രയാണ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്? അടുത്താൽ വിളിച്ചോ. അക്ഷയ്, ലോവർ ലിമിറ്റ് എത്രയാടാ? ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാ മോനെ? 30. D1 എത്രയാ? 10. അപ്പൊ വീണ്ടും D1 10 പ്ലസ് D2 എത്രയാ? 25 8 പോയാൽ 17. ക്ലാസ് ഇന്റർവെല് സി എത്രയാ? 40 30 കുറച്ചാൽ 10. ഓക്കെ. 30 പ്ലസ് 10 ഇൻറ്റു 10 100 അല്ലേ? 100 ബൈ 17 പ്ലസ് 10 27. അടുത്ത വിളിച്ചോ. അനന്യ, 30 പ്ലസ് 100 ബൈ 27 എത്രയാടാ? 100 ബൈ 27. അനന്യ, 100 ബൈ 27 എത്രയാടാ? 70. The answer is 33.7 ആണെങ്കിൽ കൈവശി കാണിച്ച മക്കളെ. 33.7 ആണോ കിട്ടിയ? എല്ലാവർക്കും കിട്ടിയവര് കൈവശി കാണിച്ചേ. ഹനോഷ്, മോനെ ക്ലിയർ ആവുന്നുണ്ടോ? ചെയ്തോ? ഒന്ന് ബുക്ക് കാണിച്ചേ. എവിടെ? ആൻസർ കിട്ടിയ റെഡിങ് വെച്ചാണല്ലോ എഴുതണ നീ. എന്തത് ചെറുതൊരു രസത്തില് റെഡിങ് എന്തിനാ ഉപയോഗിക്കണേ? അതിന് മഷി തീർക്കാനല്ലേ? എന്നിട്ട് സ്റ്റോക്ക് ഉണ്ടാ? അപ്പൊ ഇനി ഒരിക്കലും നമ്മൾ ആ ബ്രാക്കറ്റ് ഇല്ലേ, ബോക്സ് ഒക്കെ ആക്കാൻ പറഞ്ഞ റെഡിങ് വെച്ച് ചെയ്തിക്കോ. ഇതൊക്കെ വേറെ ഇങ്ക് വെച്ച് ചെയ്ത്. വേറെ ഇങ്ക് ഇല്ലേ കയ്യില്? ഉണ്ടാ? ഓക്കെ. എന്നിട്ടാണ് റെഡിങ് വെച്ച് ചെയ്തല്ലേ? ഓക്കെ. ഓക്കെ മക്കളെ, എല്ലാവർക്കും മോഡ് ക്ലിയർ ആണോ എന്ന് കഴിച്ച് കാണിച്ചു. അപ്പൊ 8 മാർക്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി മോഡ് സെറ്റ് ആണെങ്കിൽ. എവിലിനെ ഓക്കെ അല്ലേ? എല്ലാവർക്കും മോഡ് ഓക്കെ അല്ലേ? മോഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ആർക്കെങ്കിലും മോഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു. മോഡ് കാണാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. മോഡ് കഴിഞ്ഞവർ മീൻ ചെയ്യണം കേട്ടോ. മീൻ ചെയ്യാം. മോഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു. ആർക്കും ഇല്ല. ആരും ഡൗട്ട് ചോദിക്കുന്നില്ല സാറേ. എല്ലാം മനസ്സിലായിട്ടാണോ? ഒറ്റയടിക്ക് എല്ലാം മനസ്സിലായത് കൊണ്ടാണോ? ആകെ മഹേശ്വരൻ മാത്രമേ ഡൗട്ട് ചോദിക്കുള്ളൂ. അവനാണെങ്കിൽ മിണ്ടാനും പറ്റൂല, സൗണ്ടും ഇല്ല. ഈ പാർട്ടീഷൻ വാല്യൂസ് ക്വസ്റ്റ്യൻ ഇല്ലേ? Q1 Q2 Q3 ഒന്നും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ വരാറില്ല. Q1 കാണാൻ N/4. ഒരു പേജ് എന്തിനാണ് കളയണത്? എത്ര കഷ്ടപ്പെടാ ഒരു ബുക്കൊക്കെ പേടിച്ചായിരുന്നു. എനിക്ക് Q ഒക്കെ ടൈപ്പ് ചെയ്യണ്ടേ. പാർട്ടീഷൻ വാല്യൂ ഉണ്ട്. ക്വാർട്ടൈൽസ്, പെർസെന്റൈൽസ്, ഡിസൈൽസ് ഉണ്ട് കേട്ടോ. 3 അതങ്ങനെ എക്സാമിന് വരാറില്ല. പക്ഷെ മീഡിയൻ എന്ന് പറഞ്ഞാൽ Q2 തുല്യ. കാണിച്ചു തരാം, പറഞ്ഞുതരാം കേട്ടോ. ഒരു 1-2 മാർക്കിനൊക്കെ വരാറില്ല. കാണിച്ചു തരാം. കാരണം അത് ആവശ്യം നമുക്ക് അടുത്ത ചാപ്റ്ററിനായിരുന്നു. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഡിലീറ്റ് ചെയ്തു ഞങ്ങൾക്ക്. ആ ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യം. അതിലേക്ക് നമുക്ക് ഇത് ആവശ്യമില്ല. അതുകൊണ്ട് ഇത് അധികം വരാറില്ല. 1-2 മാർക്കിന് മാത്രമേ വരും. അത് അടുത്ത ക്ലാസ് എടുത്തു തരും കേട്ടോ. ഓക്കെ ബിയ, ഐവിലിന് എന്താ ഡൗട്ട് ഇടാ? കഴിഞ്ഞോ? എന്താടാ?
ആ എത്രയും മീൻ കിട്ടിയേ? മീനാണോ ഇന്ന് വീട്ടില്? മീനാണോ വീട്ടില്? പിന്നെന്താണ്? മുട്ടയാണോ? ഏ അതെന്താ മീൻ വാങ്ങാഞ്ഞത്? അതെന്താ മീൻ വാങ്ങാഞ്ഞേ? ഇന്നലെ തീർന്നു പോയി. ഇന്നലെ പിന്നെ വാങ്ങി, ഇന്നലെ തീർത്തോ? ഓ അപ്പൊ തീർന്നു, ഫുള്ള് തീർന്നു ഫ്രിഡ്ജിലത്തെ. എന്ത് മീനായിരുന്നു ഇന്നലെ? പാലയാ? പാര? ആ അങ്ങനെ മീനുണ്ടല്ലേ. ഇത് എവിടെ സ്ഥലം വരുന്നത് ഏലിന്റെ? തിരുവനന്തപുരം ആണല്ലേ? ആ അതാണ്. അവിടെയൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. ഏ ആ തിരുവനന്തപുരം ആയിരുന്നല്ലേ, തമ്പാനൂർ? ഏ തമ്പാനൂരല്ലേ ഇത്? തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് അല്ലേ? എടാ തമ്പാനൂർ ട്രിവാൻഡ്രത്തിന് പറയുന്ന പേരല്ലേ? ആ തമ്പാനൂരോ? തിരുവനന്തപുരത്തിന്റെ പഴയ പേരല്ലേ ഇത് തമ്പാനൂർ? അല്ലേ? ഞാൻ വെച്ച ഓൾഡ് നെയിമാണ്. അല്ലല്ലേ? ഓ ഇത് അമ്പലമുക്കോ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായിരുന്നു, പാര അല്ലേ? മീനിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ വേഗം. ഏ മത്തി എന്ന് പറഞ്ഞ ചാളയല്ലേ? ആ പിന്നെ ആ ആ കണവന്ന് പറയുന്ന പറയാം സാറേ. കണവന്ന് പറഞ്ഞ കൂന്തൽ, നമ്മുടെ അടുത്ത് കൂന്തൽ. അറിയോ? പിന്നെന്താണ്, ചൂര? ആ ശരിക്കും അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും. കാരണം ഞാൻ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഈ സ്കൂൾ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ട്രിവാൻഡ്രത്ത് പോയി നിൽക്കുമായിരുന്നു. എൻ്റെ ഒരു കസിൻ ഉണ്ട് അവിടെ, കാട്ടാക്കട. അപ്പോൾ അവിടെ മാർക്കറ്റ് ഉണ്ട്. അതായത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിംഗ് അല്ല, ഒരു 2 hours 1 hour ഒക്കെ ഒരു അങ്ങനെയാണോ അവിടെ? ഒരു സമയമാകുമ്പോൾ ഏ ആ അതന്നെ, ആ ടൈമിൽ അവിടെ വന്നാൽ ഭയങ്കര എല്ലാവരും വരും അല്ലേ? നല്ല രസമാണ് സാർ അവിടുത്തെ മാർക്കറ്റ്. ആ ഇവിടുത്തെ പോലെ ഇല്ല. ഓക്കെ ഓക്കെ യെസ്. ഓക്കെ അപ്പൊ എം എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് ആണ്. അപ്പൊ 0 to 10 മിഡ് പോയിന്റ് 5, 15, 25, 35, 45, 55, 65. എഫ് എം ആര് പറയും? എഫിനെ എം വെച്ച് ഇൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങോട്ട് പകർത്തി ഞാൻ എം കണ്ടുപിടിച്ച്. എം എന്ന് പറഞ്ഞാൽ തടുക്കത്തെ വാല്യൂ മിഡ് പോയിന്റ് ആണ്. മീൻ അറിയാത്തവർ ശ്രദ്ധിക്കുക. 0 to 10 കറക്റ്റ് 5, 10 to 20 15, 25, 35, 45, 55, 65. സാറേ കാൽക്കുലേറ്ററിൽ ഒരാളെ വിളിച്ച് എഫ് എം കിട്ടിയവരുന്ന റീസാൻഡ് ചെയ്ത മക്കളെ. എഫ് എം എന്ന് പറയുന്ന കോളം കിട്ടിയവര് റീസാൻഡ് ചെയ്തേ. ആ ഫിദ പറഞ്ഞു, ദുർഗയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആരാ? ഇമ്മാനുവല്. സൂര്യ വിളിച്ചു. സൂര്യ പറടാ എഫ് എം എന്ന് വേഗം പറഞ്ഞ. 5 × 5 15 × 12 150. 25 × 15 180. 25 × 15 325. 375. 25 × 35 875. 45 × 8 360. 55 × 3 65 × 2 സിഗ്മ എഫ് എം എത്രയാ? സിഗ്മ എഫ് എമ്മിന്റെ ടോട്ടല് 2110 ആണോ? എഫിന്റെ ടോട്ടൽ എത്രയാ? 70. യെസ്. അപ്പൊ 2110 70 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് മീൻ കിട്ടും. എത്രയാ? 30.14. മക്കളെ 30.14 കിട്ടിയത്. എവിലിൻ അത് തന്നെയാണോ പറഞ്ഞ? എവിലിൻ 30.14 തന്നെയാണ് എവിലിനെ പറഞ്ഞ ആൻസർ. തന്നെയാണ്. ദുർഗ അതിന് ആൻസർ കിട്ടിയത്. ഫൈസ 30.14 ആണോ? എല്ലാവർക്കും ബിയ? മോനെ ബിയ ഒന്നും പറയുന്നില്ലല്ലോ. കിട്ടിയില്ല ആൻസർ. ചെയ്തു.
ഡൗട്ടുള്ള റീസൺ. മീൻ കിട്ടാത്തവർ നേരത്തെ മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? ആർക്കായിരുന്നു മീൻ കിട്ടാതിരുന്നത്? സർദിയേക്കാണോ മീൻ കിട്ടാതിരുന്നത്? സഹലയ്ക്കോ? ആർക്കും മീൻ കിട്ടാതിരുന്ന? കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ ആരായിരുന്നു? സഹലയായിരുന്നോ? ആരായിരുന്നത്? മക്കളെ മീൻ കിട്ടാതിരുന്ന ആരാന്ന് റീസാൻഡ് ചെയ്തേ? നേരത്തെ പറഞ്ഞിരുന്നല്ലോ മീൻ കിട്ടിയില്ലെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ ഉണ്ടായത് ഒന്നുകൂടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരായിരുന്നു റീസാൻഡ് ചെയ്തു മക്കളെ? പോയോ? ആർദ്രല്ലായിരുന്നു. വേറെ ആരായിരുന്നു മീൻ കിട്ടാത്തത്? സാറേ മീൻ ഒന്നുകൂടെ പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചായിരുന്നു. മീൻ ആരാണത്? ധൈര്യമായി റീസെൻഡ് ചെയ്യൂ മക്കളെ. പറഞ്ഞുതരാം ഞാൻ ഒന്നുകൂടെ. ആരുമില്ലേ മക്കളെ? മീൻ കിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും കിട്ടിയോ? കൈശി കാണിച്ചേ. കിട്ടാത്തൊരു റീസെൻഡ് ചെയ്തേ. സാർ ആൻവരേക്ക് മീൻ കിട്ടിയില്ലേ എന്ന്? ഇപ്പൊ കിട്ടൂല്ലേ? എഴുതിയെടുത്തോ. ഈ മീനല്ലേ ഉദ്ദേശിച്ചത്? എഴുതിയെടുക്കുന്ന എന്നിട്ട് കിട്ടിയില്ലേ? എടാ ഈ ഇതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എം എന്ന് പറഞ്ഞ മിഡ് പോയിന്റ്. ഈ ക്ലാസ്സിന്റെ നടുക്കത്ത് 0 to 10 നടുക്കത്ത് വാല്യൂ 5, 10 to 20 നടുക്കത്ത് വാല്യൂ 15. മനസ്സിലായ? എം. ഇനി എഫിനെ എം വെച്ച് ഇൻഡു ചെയ്യാം. അപ്പൊ എഫ് എം കിട്ടും. കത്തിയോടാ? കത്തിയോ? റേഞ്ച് ഇല്ല കൊച്ചിന്. ഓക്കെ, ഫാത്തിമ ഡൗട്ട് ചോദിച്ച ഫാത്തിമ. മീഡിയം കാണാൻ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് n+1/2 ഐറ്റം. n എന്ന് പറഞ്ഞാൽ എഫിന്റെ ടോട്ടലാണ്. എഫിന്റെ ടോട്ടൽ എടുത്തിട്ട് അത് +1/2 ചെയ്യാം. മനസ്സിലായോടാ? അപ്പോൾ ഒരു ആൻസർ കിട്ടില്ലേ? ആ ആൻസർ സി എഫിൽ ഉണ്ടോ എന്ന് നോക്കണം. സി എഫ് എന്ന് പറഞ്ഞ കോളത്തിലുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അടുത്ത നമ്പർ എടുത്ത് റൗണ്ട് ചെയ്യുക. ആ റൗണ്ട് ചെയ്ത് കിട്ടിയ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ ആണ് നീഡ് ചെയ്യുക. കത്തിയാ? നമ്പർ അല്ല, ആ കോളത്തിന് നേരെ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ. കത്തിയാ? ഓക്കെ. മക്കളെ ഡൗട്ട് ഉള്ളവർ വെയിറ്റ് ചെയ്തോളൂ. ബാക്കിയുള്ളവർക്ക് പോകാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.